ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പലർക്കും അറിയാൻ പറ്റൊരു വലിയ കാര്യമാണ്. ആ കാര്യം നമ്മൾ പലപ്പോഴും വയ്ക്കുക എന്തോ കാര്യം വിചാരിക്കും. ഫസ്റ്റിൽ ഒരു ഗ്രൗണ്ട് വർക്കിനെ പറ്റിയുള്ളൊരു കാര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗ്രൗണ്ട് വർക്കിന് സീഡുകൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. പലർക്കും അത് അറിയത്തില്ല. വീടുകൾ ഉണ്ടാവാറുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പലരും ശ്രദ്ധിക്കാറില്ല. സീഡ് എന്താണ് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഗ്രൗണ്ട് ഓർക്കിഡിന് സീഡുകൾ ഉണ്ടാവാറുണ്ട്. ആ സീഡുകൾ നമുക്ക് പാകിയ തൈകൾ കിട്ടുകയും ചെയ്യും. പുതിയ വെറൈറ്റി തൈകൾ കിട്ടുകയും ചെയ്യും. അത് പലർക്കും അറിയാൻ വയ്യ. കാരണം നമ്മളത് സീഡ് കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. സീഡാണോ ശ്രദ്ധിക്കത്തില്ല. ഇത് കണ്ടില്ലേ, മഞ്ഞ ഓർക്കിഡാണിത്. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണിത്. നല്ലൊരു വെറൈറ്റിയാണ് തായ്ലൻഡ്. ഇതിലെ സീഡ് ഞാൻ കണ്ടിട്ടില്ല, അധികം കണ്ടിട്ടില്ല. എന്നാൽ അടുത്തൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലാന്റ്, ഇതിന് ഞാൻ സീഡ് കണ്ടിട്ടേ ഇല്ല. ഞാൻ സീഡിൽ നോക്കുന്നുണ്ട്, സീഡ് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇത് വെള്ളയാണ്. വെള്ളയിലാണ് സീഡിൽ കണ്ടിരിക്കുന്നത്. ഇത് സീഡുകൾ ഉണ്ടാകുന്ന ഈ രീതിയിലാണ് സീഡുകൾ ഉണ്ടാകുന്നത്. ഇത് കായകളായിട്ടിരിക്കും. അത് ഇങ്ങനെ ഉണങ്ങുമ്പോൾ പൊട്ടി ഇതിലിരിക്കും. ഈ പൊട്ടി പോകുന്നതിന് ഇപ്പം വേണം നമ്മൾ ഈ സീഡ് എടുക്കേണ്ടത്. ഇതൊരു പൗഡർ മാതിരി ഇരിക്കും. നമ്മൾ വിചാരിക്കും സീഡല്ലെന്ന് വിചാരിക്കും, അത് സീഡാണ്. ഞാൻ ഇത് പാകി കിളിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പാകുന്ന രീതി കാണിക്കാം. എങ്ങനെ പാകേണ്ടുന്ന രീതി കാണിക്കാം. നമ്മളിത് വലിയ കെയർ ചെയ്ത് നമ്മളിതിനെ പാകാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ തറയിരിക്കുന്ന ഏതെങ്കിലും പോട്ടിനകത്ത് നമ്മുടെ ഈ സീഡുകൾ കുറഞ്ഞ് ഇട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെ അവിടെ കിടന്ന് കിളിച്ചോളും. നമ്മൾ ആ പ്ലാന്റിന് വെള്ളം കോരുന്നതനുസരിച്ച് ഈ പ്ലാന്റ് കിളിച്ചു വരും. ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നല്ല വെറൈറ്റി പ്ലാന്റുകൾ കിട്ടും അടുത്ത തൈകൾ വരുമ്പോൾ. അപ്പോൾ ആ സീഡ് പാകുന്ന രീതി, ആ സീഡ് എടുക്കുന്ന രീതി ഞാൻ കാണിക്കുന്നത്. സീഡ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇത് വെള്ളയാണ് ഓർക്കിഡ് ഇത്. അപ്പോൾ ഇതിന് സീഡ് ഇങ്ങനെ കയ്യല്ല ഇങ്ങനെ കുടഞ്ഞിട്ട് പോവാം. കൂടുതൽ സീഡിൽ പറന്ന് പോയി, ഇത്തിരി സീഡിൽ പോയി. ഇതിൻ്റെ ചെറിയേറെ സീഡ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സീഡ് ഇത്രയും കിട്ടി. അപ്പോൾ നമുക്കിത് പാകുന്ന രീതിയിലൊക്കെ കാണാം. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ സീഡ് കണ്ടില്ലേ, പൗഡർ മാതിരി സീഡ് കണ്ടോ? ഇതാണ് സീഡ്. ഈ സീഡ് നമ്മൾ ഏതെങ്കിലും പോട്ട്, നമ്മളിപ്പോൾ പെറ്റോണിയ നിൽക്കുന്ന പോട്ടിലോട്ടാണ് ഞാൻ ഇടുന്നത്. ഏതെങ്കിലും ചെടിയുടെ പോട്ടിലോട്ട് ഇട്ടാൽ മതി. നമ്മൾ ആ പെറ്റോണിക്കായാലും ഏതിനായാലും നമ്മൾ വെള്ളം കോരുമ്പോൾ സാവകാശം അവിടെ കിടന്ന് കിളിച്ചോളും. പ്രത്യേകിച്ച് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സീഡിനെ നമ്മൾ ഇതിനകത്ത് അങ്ങ് ഇടുവാണ്. ഇതെല്ലാം കുടഞ്ഞിട്ടിരുന്നാൽ മാത്രം മതി. ആ സീഡ് ഇരുന്ന തോടും കൂടെ ഇളക്കിയാണ് അങ്ങ് ഇടുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ഇളകി ശരിക്ക് വീണുകൊള്ളും. അപ്പോൾ ഇത് നമുക്ക് ചെടിക്ക് വെള്ളം കോരുന്നതനുസരിച്ച് ഇത് പ്ലാന്റ് പതുക്കെ അവിടെ കിളിച്ചോളും. നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അതിന് നേരത്തെ ഞാൻ കിളിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ഞാൻ കാണിക്കാം. ഇതുപോലെ ഞാൻ പാകിയ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതൊരു പ്ലാന്റിൻ്റെ അകത്ത് ഞാൻ ഈ സീഡ് പാകിയതാണ്. കണ്ടില്ലേ, ഓല പോലെ കിളിച്ച് വരുന്നുണ്ടല്ലേ. ഇത് നല്ല കനക്കയാണ് കിളിച്ച് വരുന്നത്. ഇത് നമുക്ക് വലുതാകുമ്പോൾ പിഴുതെടുത്ത് നമുക്ക് പോട്ടിലോട്ട് ആക്കിയാൽ മാത്രം മതി. നമുക്ക് പുതിയ വെറൈറ്റികൾ ചിലപ്പം കിട്ടിയേക്കാം. എനിക്ക് അങ്ങനെ വെറൈറ്റി കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സീഡ് പാകുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. എനിക്കിന് വെറൈറ്റികൾ കിട്ടാം. സാധനം മറ്റ് കളറിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഓർക്കിഡാണ്. അതുകൊണ്ട് ചിലപ്പം കിട്ടിയേക്കാം. അപ്പോൾ ഈ സീഡ് പാകിയ രീതികളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.